ചങ്കുറപ്പ് മാത്രമേ ഉള്ളൂ. ഇന്ത്യൻ പട്ടാളത്തിന് ചങ്കുറപ്പ് മാത്രം, വേറെ ഒന്നുമില്ല കേട്ടോ. നമ്മുടെ കയ്യിൽ കൃത്യമായ രീതിയിൽ ആംസ് ഇല്ല. അതുപോലെ തന്നെ പ്രതിരോധിക്കാനുള്ള കാര്യമായ രീതിയിൽ ഒന്നും സംഭവം നമുക്ക് മൂവ് ആകാൻ പറ്റാത്ത അവസ്ഥ വന്നു ഇപ്പോൾ. വേറെ ഇത്രയും നിരന്ന പ്രദേശത്ത് പോലും വണ്ടി ഇതതിൻ്റെ വാര്യല്ലാണ്. ഹായ് ചങ്ങന്മാരല്ലേ, ഞങ്ങളുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ചങ്ങന്മാരെ നമ്മൾ രാവിലെ എണീറ്റു. എന്താ പറയുക, ഒരു പരിപാടി തീർന്നിട്ടില്ല. പക്ഷെങ്കിൽ ഇവിടുന്ന് എസ്കേപ്പ് ആവണം. 8 മണിയാകുമ്പോഴേക്ക് ഗേറ്റ് അടക്കും. നമ്മൾ ഈ തണുപ്പിൽ ഇങ്ങനെ കിടക്കുവാണ്, എണീക്കാതെ. ഇപ്പം തന്നെ 7:15 ഒക്കെ ഓക്കെ അല്ലേ, എല്ലാം സെറ്റല്ലേ? ചായ ഒന്നും കുടിച്ചില്ല. ഓരോ ഗ്ലാസ് ചായ നമ്മൾ ഉണ്ടാക്കി വെച്ച ചായ കുടിച്ചു. സൂര്യൻ അവിടെ ഒഴിച്ചിട്ടുണ്ട്. ഇവിടേക്കൊന്നും വന്നിട്ടില്ല, ഇവിടേക്കൊന്നും സൂര്യപ്രകാശം തട്ടിയിട്ടില്ല. സൂര്യൻ ആ ഒരു മലമൊക്കെയുണ്ട്. അത് സത്യം പറഞ്ഞാൽ അത് അവിടെ അല്ല നമുക്ക് കാണേണ്ടത്. നമുക്ക് ഇത് അവിടെ നിന്നാണ് ഈ ലൈറ്റ് ഇങ്ങനെ വരുന്നതാണ്, അതായത് പ്രകാശം വരുന്നതാണ്. ഇവിടെ എങ്ങാണ്ടൊക്കെയാണ് ആളുള്ളത്. ഏതായാലും ആളെ നമുക്ക് പിന്നെ എപ്പോഴേലേക്ക് കാണാം. സൂര്യനെ അതാ അവിടെ നമ്മൾ നേരെ മുന്നിലാണ്ട. നേരെ മുന്നിൽ മഞ്ഞുമലയുണ്ട്, എല്ലാം ഉണ്ട്. അതായത് നമ്മളുടെ നേരെ ബാക്കിലുള്ള ഈ ഒരു പർവ്വതത്തിൻ്റെ മേലെയാണ് സൂര്യൻ കിടക്കുന്നത്. അത് നേരെ അമ്മയ്ക്കുണ്ട്. പക്ഷേ നമ്മുടെ അടുത്ത് കാര്യങ്ങൾ ടൈം എടുക്കും അല്ലടാ. എന്നപ്പോൾ അല്ലേ നമ്മുടെ സാറ്, തമിഴ്നാട്ടിലെ സാറ് ഇപ്പോൾ വന്നിരുന്നു. നിങ്ങളുടെ കയ്യിൽ പാലൊക്കെ ഉണ്ടോ ചോദിച്ചാണ്ട്. നമ്മുടെ കയ്യിൽ പാലൊന്നും ഇല്ലല്ലോ. മൂപ്പര് പാല് തരാറുണ്ട്. അവർക്ക് ക്യാമ്പിലേക്ക് വരണതാണ് അല്ലേ. നമ്മളേതായാലും അതുവഴിയാണ് പോകുന്നത്, ക്യാമ്പ് പോയി പോലെ. പാല് കിട്ടിയിട്ടാ 3 പാക്കറ്റ് പാലാണ് കിട്ടി. 3 പാക്കറ്റ് പാല്. എന്താ പറയാ, നമുക്ക് കൊണ്ടുവന്നാ. ഇതൊക്കെ തന്നെ ചെങ്ങന്മാര് യാത്രയിലാന്ന് പറയല്ലേ. നമുക്ക് നല്ല ഒരുപാട് സ്ഥലങ്ങൾ മാത്രമല്ല, നല്ല ഒരുപാട് മനുഷ്യരെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നേരം വെളുക്കുമ്പോ തന്നെ അതൊക്കെയാണ്. നമുക്കിത് ഇങ്ങനത്തെ കേസ് വന്നു കഴിഞ്ഞാലേ ഒന്ന് പറഞ്ഞു തരാൻ കൂടി വയ്ക്കൂലേക്ക്. കാരണം അതൊക്കെ മനസ്സുകൾ കൊള്ളണം ഒറ്റടിക്ക്. കനത്തിലൊരു മനസ്സിൽ കയറിയല്ലേ. ഏതായാലും കുക്കും ഞാനൊന്ന് പാല് ഇന്നലെ ഞങ്ങൾ പാല് കുടിക്കുന്നുണ്ട് കേട്ടോ. ഇന്നലെ കുടിച്ചതാണ്. ഇതിന് മുന്നേ കുടിച്ച ആള് മൂപ്പര് പറഞ്ഞ ക്ലൈമറ്റിൽ നിങ്ങൾ പാല് കുടിക്കണം, എന്നാലേ ആ ഒരു ഈ തണുപ്പിനെ പ്രതിരോധിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ മീറ്റ്, ഇറച്ചി എന്നിട്ട് കഴിക്കണം. അത് മൂപ്പര് മാത്രമല്ല എല്ലാവരും പറയണതാണ്. അതാ ഞങ്ങൾ ഇറങ്ങട്ടെ, ഒന്ന് വണ്ടി ചൂടാകട്ടെ. സ്റ്റാർട്ടിങ്ങിലാണ്. അപ്പോ മൂപ്പരാണ് നമുക്ക് ഈ പറഞ്ഞ പാല്. എന്താല്ലേ, നമ്മൾ ഇന്നലെ ഇന്നും കൂടി ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, ഫുൾ പവർ ആയിരിക്കും. കാരണം നമ്മുടെ ആർമിക്കാരെ ഫുള്ളായിട്ട് ഞങ്ങൾ പരിചയപ്പെട്ട് ഇന്നലെ ഇന്നൊക്കെ ആയിട്ട്. ഇന്നല്ല മിഞ്ഞാന്നും ഇന്നൊക്കെ ആയിട്ട് നമ്മൾ പരിചയപ്പെട്ടു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇന്ന് നിൽക്കുമ്പോ യാതൊരു പേടിയുമ്പോ അതിലേക്ക് നിൽക്കും ചെയ്യാം. നമുക്ക് ഒരുപാട് ബന്ധങ്ങളാവും ചെയ്യും. അതെ, ഇന്നും കൂടി നിൽക്കുകയാണെങ്കിൽ കട്ട് സപ്പോർട്ട് കണ്ടുവരില്ല. ഞങ്ങൾക്ക് ഇത് കയറി പോവാൻ കഴിയണില്ല കേട്ടാ. ഇപ്പോ വണ്ടി കയറുന്നില്ലത് മൊത്തത്തിൽ ഭയങ്കര എന്താ പറയാ പിടുത്താണ്. വണ്ടിയായിട്ട് മൂവ് ആവണില്ല. ക്ലച്ച് പറ്റ കഴിഞ്ഞാണെന്നാ പറഞ്ഞത്. പതുക്കെ ഞങ്ങൾ പോണത്. പതുക്കെ പോവണ മാത്രല്ല, ഒരു ചെറിയൊരു കയറ്റം മതി. എവിടെയൊക്കെ നിന്ന് ഇപ്പൊ മുന്നിലുണ്ടാവും ആളുകൾ വരുന്ന്. ഇവരൊക്കെ എവിടെയെങ്കിലും നമ്മൾ നിർത്തിച്ചാ കഴിഞ്ഞ്. നിന്ന് കഴിഞ്ഞാ പിന്നെ നമുക്ക് അങ്ങോട്ട് മൂവ് ആകാൻ കുറച്ച് പണിയാണ്. ക്ലച്ച് കമ്മിയും ഇജാതി വഴിയുമാണ്. ഇവിടെ നമ്മൾ കയറോ എന്നുള്ളത് കണ്ടറിയണം. കാരണം ഈ ബോളർ ഇങ്ങനെ കിടക്കണോണ്ടേ. ഓന്റെ മക്കളെ കയറുന്നില്ലാട്ടാ. പതുക്കെ കയറുന്നുള്ളൂ. ഇതൊന്നല്ല, ഇനി ഇതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളുണ്ട് വരാം. ഇതൊക്കെ ഒരു പാകണ്ട്. നന്ദി മോനെ. ഇവിടെ നോക്കിയ ഫസ്റ്റ് വ്യൂ, ചൈനന്റെ ഫസ്റ്റ് വ്യൂ കിട്ടുന്ന സ്ഥലമാണത്. നമുക്ക് ഇവിടൊക്കെ നിർത്തണമെന്നുണ്ട്. പക്ഷേ ഇപ്പൊ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് പണിയാണ്. റോഡിന്റെ പണിയൊക്കെ
ഗ്ലാസ് കഴുകാണ്ട് അത് രാവിലെ നമ്മൾ കഴുകിയിട്ടില്ല. ഞങ്ങൾ വൈപ്പർ ഇട്ടപ്പോൾ അത് ഏറെ തുടച്ചിട്ടുണ്ട്. രാവിലെ തുടച്ചാണ്. മഞ്ഞ ഉടപ്പ് നമ്മൾ സാധാരണ ആശയിൽ വെള്ളം കൂടി തുടച്ചില്ലെന്ന് ടൈമില്ലാത്തതുകൊണ്ടേ. അപ്പോൾ ആ റോഡ് പണിൻ്റെ അവിടെ നിന്ന് പോകുന്നുണ്ട്. അതെന്ന് വെച്ചാൽ 8 മണിക്ക് അടക്കും. 8 മണിക്ക് അടക്കും. അപ്പോൾ അതാണ് അവിടെ നിന്ന് വേഗം കയറി പോകുന്നത്. അപ്പോൾ തിരക്കടില്ല റോഡ്. വണ്ടി ഇപ്പോഴും തന്നെ കയറ്റം കണ്ടു കഴിഞ്ഞാൽ പണിയാണ് നമുക്ക്. ഇപ്പോൾ പോണ വൈക്കുണ്ട്, ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് പണിയായിട്ടും അല്ലാതെ പൊളിഞ്ഞിട്ടും വീണിട്ടും ഒക്കെ കിടക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ എന്താ അവസ്ഥ വരിക അറിയില്ല. ഏതായാലും വലോങ്ങിലേക്ക് ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ കഴിഞ്ഞാൽ വലോങ് എത്തുന്നുണ്ട്. വലോങ് നമുക്കൊന്ന് ഇറങ്ങാണ്ട്. അങ്ങനെ വലോങ്ങിലെത്തിയിട്ടുണ്ട്. വലോങ് എന്ന് പറയുമ്പോൾ ടൗണൊക്കെ അങ്ങോട്ടാടാ. ഇവിടെ നമ്മൾ പോകുമ്പോൾ തന്നെ കണ്ടതാണ് വാർ മെമ്മോറിയൽ കയറിയിട്ടേ നമ്മൾ പോവുള്ളൂ എന്ന് നമ്മൾ പോയപ്പോഴേ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടുന്ന് താഴത്തേക്കൊക്കെ ഉള്ളൊരു വ്യൂ എന്ന് പറയുന്നത് അങ്ങ് അകലെയായിട്ട് നമ്മളുടെ ലോഹിത് റിവർ ഒഴുകുന്ന കാണാം. പിന്നെ എയർ സ്ട്രിപ്പ് ഉണ്ടോ? ആഹാ, അന്നത്തെ പോലെ അല്ല മക്കളെ. ചൈന സഹോദരന്മാർ 1962 1962 ഒരു ഒക്ടോബർ മാസം. അന്ന് കറക്റ്റ് ഡേ ഏതാണെന്ന് അറിയണില്ല. ഏതായാലും അന്ന് നമ്മളുടെ ഈ ഒരു സൈഡ് കിബിത്തുവിലേക്ക് അവരുടെ കടന്നുകയറ്റത്തിൽ നമുക്കും അവർക്കൊക്കെ ഒരുപാട് കാഷ്വാലിറ്റി ഉണ്ടായി. പക്ഷേങ്കിൽ ഇനി അല്ലേ ഒരുപാട് ചിന്തിക്കേണ്ടി വരും. ഇനി 1, 2, 3 വട്ടം ചിന്തിച്ചാലൊന്നും പോരാ. കണ്ടങ്ങള് ഇതൊന്നും നമുക്ക് വല്ലാതെ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി പറ്റൂല. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ എന്താ പറയുക, സുരക്ഷയുടെ കാര്യങ്ങൾ ഒരുപാടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ്. ഇവിടേക്ക് നമുക്ക് കയറണം അല്ലേ? കയറി വെക്കല്ലേ? ഏതായാലും നമ്മൾ കയറുകയാണ് അവരുടെ ഇന്നലകളിലേക്ക് അല്ലേ? സാറേ എന്താ പറയുക, നമ്മളുടെ ധീരജവാന്മാർ ഈ പറഞ്ഞ 1962 ഞാൻ പറഞ്ഞ ആ ഒരു യുദ്ധം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് അല്ലേ? പെട്ടെന്നുള്ള ഇവിടെ തുടക്കത്തിൽ തന്നെ നമുക്ക് ഇവിടെ പേരുകളാണോ? ഇതൊക്കെ അവരുടെ പേരുകളാണ്. അതുപോലെ തന്നെ ഈ സൈഡിലും ഉണ്ടോ? സ്ഥലങ്ങളും 2 സൈഡിലും ഉണ്ട്. അന്ന് വീരമൃത്യു വരിച്ച നമ്മുടെ ജവാന്മാരുടെ പേരുകളാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ഇത് എന്താ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ അല്ലേ ഒരു വല്ലാത്തൊരു വിഷമമാണ് മനസ്സിൽ കയറുന്നത്. 1962 ഇനി രണ്ടാമത് ഒരു ആവർത്തനം ഉണ്ട്. അതാണ് ബുള്ളറ്റ് കയറിയ. പക്ഷെ എന്തല്ലേ ആംസ്. അതായത് ഒക്ടോബർ മാസത്തിൽ 1962 ഒക്ടോബർ മാസത്തിൽ അവരുടെ കണ്ണിങ് നമ്മൾ ശ്രദ്ധിക്കണം. അതായത് അന്ന് നമ്മളുടെ നമ്മൾ പോയ കിബിത്തുവിലേക്കൊന്നും ഇത്ര നല്ല രീതിയിലുള്ള റോഡില്ല. അത് ഇവിടേക്ക് തന്നെ വലോങ്ങക്ക് തന്നെ ഇത്ര നല്ല രീതിയിലുള്ള റോഡോ കാര്യങ്ങളോ ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ നമ്മൾക്കൊരു ചായക്കട പോലും ഇല്ല എന്നുള്ളതാണ്. അന്നത്തെ ആ ടൈമിൽ മര്യാദയ്ക്ക് ഒന്നുമില്ല. ആ ഒരു ടൈമിലാണ് ഇവരുടെ ആ ഒരു അപ്രതീക്ഷിത അറ്റാക്ക് എന്ന് പറയുമ്പോൾ അർദ്ധരാത്രി 11:45. നിങ്ങൾ ഓർക്കണം, ഇവിടുത്തെ ഒരു കാലാവസ്ഥയും ഇവിടുത്തെ ഒരു സൂര്യാസ്തമയം ഒക്കെ നോക്കിയിട്ട് അവിടെ വളരെ കണ്ണിങ് പരിപാടി, വളരെ പ്ലാൻഡ് ആയിട്ടുള്ള പരിപാടി. അതായത് അർദ്ധരാത്രി 11:45 ചൈന ആർമി ഇങ്ങോട്ടേക്ക് നുഴഞ്ഞു കയറുക എന്ന് പറയുന്നത് ഈ കാണുന്ന പർവ്വതങ്ങളുടെ മേലേക്കാണ് അവർ കയറുന്നത്. അതായത് ഈ ഓപ്പോസിറ്റ് സൈഡും 2 ഭാഗത്തും കയറിയിട്ട് നടുക്കുള്ള നമ്മളുടെ പട്ടാളക്കാരെ അവരെ ആക്രമിക്കുമായിരുന്നു. എന്താ പറയുക, അന്നത്തെ ഒരു ടൈമിൽ നമ്മുടെ കയ്യിൽ നമ്മുടെ പട്ടാളക്കാർക്ക് കൃത്യമായ രീതിയിൽ തണുപ്പിൽ പിടിച്ച് നിൽക്കാനുള്ള വസ്ത്രങ്ങളില്ല. ഷൂവിൻ്റെ കാര്യത്തിൽ എന്താണെങ്കിലും ഒന്നും കാര്യമായിട്ടൊന്നുമില്ല. എന്താ പറയുക, ഭക്ഷണം പോലും മര്യാദയ്ക്കില്ല. എന്നാൽ പോലും അവർ
ഈ പറഞ്ഞ പോലെ അന്ന് അർദ്ധരാത്രി കയറി 22 ദിവസത്തോളം നമ്മൾ ഫൈറ്റ് ചെയ്ത അവരോട്. 22 ദിവസത്തോളം നമ്മുടെ പട്ടാളക്കാർക്ക് എന്ത് മാത്രമേ ഉള്ളൂ? ചങ്കുറപ്പ് മാത്രമാണുള്ളത്. വേറെ എന്താ ഉള്ളത്? വേറെ ഒന്നുമില്ല. നമ്മളടുത്ത് ചങ്കുറപ്പ് മാത്രമേ ഉള്ളൂ. ആ ഒരു ചങ്കുറപ്പുമ്മലാണ് അവർ കിബത്തുവിൽ നിന്നും ഈ വലോങ് വരെ അവർ കടന്നു കയറി. ഇവിടെ നിന്ന് നമ്മൾ അവരെ തടഞ്ഞു. നല്ല രീതിയിൽ പ്രതിരോധിച്ചു. നല്ല അക്ടായിട്ട് പ്രതിരോധം. അവമ്മലാണ് അവരന്ന് സ്റ്റോപ്പായത്. അതിൽ തന്നെ 2 ടീമിനും നല്ല കാഷ്വാലിറ്റി ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏകദേശം ചൈനക്ക് 4000-ഓളം കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടുണ്ട് എന്നാണ്. അതിൽ ഈ എന്താ പറയുക 4000-ഓളം പട്ടാളക്കാർ, അതായത് ചൈനയുടെ ഭാഗത്തു നിന്ന് അവരുടെ ഭാഗത്ത് അവർക്കുണ്ടായ കാഷ്വാലിറ്റിയാണ്. അതായത് 4000-ഓളം പട്ടാളക്കാരെ അവരിവിടുന്ന് കൊണ്ടുവന്നത്. അതായത് നാട്ടിൽ നിന്ന് കരോട്ടി വരെയുള്ള ഏരിയകളിൽ ഒരു ട്രെയിൻ പോലെ ആയിരുന്നു. ട്രെയിൻ പോലെ പറഞ്ഞാൽ കൈതപ്പുറത്താണ്, കോവർ കൈതയുടെ മുകളിലാണ് ഈ ശവശരീരങ്ങൾ അവർ കെട്ടിവലിച്ച് കൊണ്ടുവരുന്നത്. അതായത് നവംബർ 16-ന് റിലീസിങ് ഓർഡർ കിട്ടും, എന്നിട്ട് റിലീസ് ചെയ്യുകയൊക്കെയാണ് ചെയ്തിരുന്നത്. പക്ഷേങ്കിൽ എന്താ പറയുക, അന്നുണ്ടായ നമുക്ക് നല്ല വൻ നഷ്ടങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. നമുക്ക് ആ പേരുകളൊക്കെ ഒന്നും കൂടി നമുക്ക് നോക്കണം കേട്ടോ. പേരുകളൊക്കെ ഒന്നും കൂടി നോക്കണം. ഏതായാലും അന്ന് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾക്ക് ചങ്കുറപ്പ് മാത്രമേ ഉള്ളൂ. ഇന്ത്യൻ പട്ടാളത്തിന് ചങ്കുറപ്പ് മാത്രം, വേറെ ഒന്നുമില്ല കേട്ടോ. നമ്മുടെ കയ്യിൽ കൃത്യമായ രീതിയിൽ ആംസ് ഇല്ല. അതുപോലെ തന്നെ പ്രതിരോധിക്കാനുള്ള കാര്യമായ രീതിയിൽ ഒന്നുമില്ല. കാരണം കൃത്യമായ രീതിയിൽ റോഡും ഇല്ല. പിന്നെ ഈ ഇവിടുത്തെ തണുപ്പിന് നിൽക്കാൻ വേണ്ടിയിട്ട് ഉള്ള ജാക്കറ്റ്, ഡ്രസ്സുകൾ തുടങ്ങിയ സംഭവങ്ങൾ, ഗ്ലൗസ്, ഷോക്സ്, അങ്ങനെയുള്ള സംഭവങ്ങൾ അതുമില്ല. എല്ലാം കൊണ്ട് നമ്മൾക്ക് ഒന്നുമില്ലായ്മ. നമ്മളപ്പുറത്ത് പോലെ വരവ് എന്ന് പറയുന്നത് തിരമാല പോലെയെന്നാണ് പറയുന്നത്. അതായത് തിരമാല പോലെ അവർ എന്താ പറയുക അടിച്ചു കയറി തിരമാല പോലെ അടിച്ചു കയറിയിട്ട് വന്ന് അവരെ നമ്മൾ പ്രതിരോധിച്ച് നമ്മൾ ഈ വലോങ് വരെ അവരെത്തി. വലോങ്ങിന്ന് അവരെ വിട്ടില്ല. വലോങ്ങിന്ന് ഇവിടെ വരെ അവർ വന്നു. ഇവിടെ വരെ വന്നിട്ട് അവരെ നമ്മൾ ആ ഒരു എന്താ പറയുക, അവരെ മണ്ണിലേക്ക് തന്നെ നമ്മൾ തിരിച്ചയക്കുകയുണ്ടായത്. നമ്മളുടെ ഒരുപാട് ധീര ജവാന്മാരെ നമ്മൾക്കന്ന് ഈ മണ്ണിൽ നഷ്ടപ്പെട്ടു. എന്തായാലും അവരുടെ ഓർമ്മയ്ക്കായിട്ട് നിർമ്മിച്ചിട്ടുള്ള വാർ മെമ്മോറിയലാണ്. ഇവിടെ എന്തൊക്കെയോ ഒരു അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നുണ്ട്, മേൽക്കൂര കാര്യങ്ങളൊക്കെ അല്ലേ. ഇതിനകത്തേക്കൊക്കെ കയറാം. ഇതിനകത്തേക്ക് കയറുമ്പോൾ ഷൂ ഒന്ന് കഴിക്കാം. നമ്മളിങ്ങനെ ഓരോ പേരുകൾ ഇങ്ങനെ നോക്കി വരുമായിരുന്നു. അപ്പോഴാണ് ഇവിടെ ഒരു പേര് സോമൻ കെ. അപ്പോൾ അത് ഒരു മലയാളി ആവാൻ സാധ്യത കൂടുതലല്ലേ. ഏതായാലും ഇതൊക്കെ നമ്മളുടെ ധീരജവാന്മാരുടെ പേരുകളാണ്. അവരുടെ ഇന്നലകൾക്കായി, ഓർമ്മകളിലായി അവരെല്ലാന്നാണെങ്കിൽ അന്ന് അത്ര പ്രതിരോധിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് ഈ ഒരു ഏരിയയിലേക്ക് നമുക്കും വരാൻ പാടില്ല. ഇത് ചൈനയുടെ ഏരിയ ആയിരിക്കും. പക്ഷേങ്കിൽ ഇനി ചൈന സഹോദരന്മാരെ ഇനി ഒരു വരവ് അവരിങ്ങോട്ടേക്ക് കടന്ന് കയറണം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ 1 വട്ടോ 2 വട്ടോ 3 വട്ടോ ചിന്തിച്ചാൽ പോരാ, അതിനേക്കാൾ ഒരുപാട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സെറ്റപ്പ് എന്ന് പറയുന്നത് അസാധ്യ സെറ്റപ്പാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം നമ്മളുടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന റോഡുണ്ടല്ലോ, അതും കൂടി ആയിക്കഴിഞ്ഞാൽ ഏറെക്കുറെയൊക്കെ റോഡിൻ്റെ വിഷയത്തിലൊക്കെ ഓരോ സൈഡിൽ 4 ലൈൻ പാതയെന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അതായത് ഓല ഈ ബോർഡറിൻ്റെ ഏരിയക്ക് വരുന്ന സൈഡിൽ 4 വരിപ്പാതയാണ്. പക്ഷേങ്കിൽ ഓക്കെ, പ്രശ്നമല്ല, നമ്മൾക്ക് ഇത് മതി. ഇതന്നെ ഇപ്പോൾ അത്യാവശ്യം നമ്മൾക്ക് മൂവ് ആവാനുള്ള റോഡുണ്ട്. ഇനിയിപ്പോൾ ആ റോഡിൻ്റെ പണിയും കൂടി ഇങ്ങനെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഏകദേശം നല്ല രീതിയിൽ നമുക്ക് പാസ്സാവാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് കയറിയിട്ട് ഇവിടുത്തെ പേരുകളൊക്കെ ഒന്ന് വായിക്കണം എന്നുള്ളതൊരു ആഗ്രഹമായിരുന്നു. ഞങ്ങളവിടെ കയറി ഇറങ്ങുവാണ്. ഇനി നമ്മൾക്ക് നമ്മളുടെ എന്താ പറയുക വുമനെയും കൊണ്ട് നേരെ താഴത്തേക്ക് വിടാം. ചായു റിവർ, ചൈനയിൽ ചായു, ഇന്ത്യയിൽ എന്താ ലോഹിത് റിവർ. എണ്ണ കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഞാനൊരു കട്ടയും കൂടി ഉള്ളൂ. നമ്മുടെ ഈ ഒരു ക്യാൻ എണ്ണയും കൂടി ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ പമ്പിനടുക്ക് എങ്ങനെ എത്തണം, പമ്പെത്തണം, അല്ലെങ്കിൽ നമുക്ക് പണിയാവും. പണി തന്നെ എല്ലാം കൊണ്ടും പണി വരുന്നുള്ളൂ. പണി വരുന്നുണ്ട് അവരാച്ചാരണ മാതിരിയേക്കാണ്.
ഇതാണ് നമ്മളെ കാളയാണ്, കുപ്പിക്കാള. നമ്മള് കഴിഞ്ഞ പ്രാവശ്യത്തെ നമുക്ക് കൊടുന്നില്ല, കൊടുന്നില്ല, നമ്മള് മറന്ന്. കുപ്പിക്കാള പിടിച്ചാട്ടോ. പിടിച്ചു. ഈ ഒരു ക്യാൻ എടുത്ത നന്നായിട്ടാ. നന്നായി. നമ്മള് എല്ലായിടത്തും പമ്പുണ്ടാവും കരുതി പോന്നാലും നടക്കില്ല. എല്ലാരും ഇതേപോലെ പോരുമ്പോ കുപ്പികളൊക്കെ ഇതേപോലെ 500 കുപ്പി, ലിറ്ററിന്റെ കുപ്പിയൊക്കെ കരുത് കേട്ടോ. ബൈക്കിന് പോരുമ്പേ നിറച്ച് പോരുക. എണ്ണയൊക്കെ ഈ ഭാഗത്തേക്ക് വരുമ്പോ എണ്ണ എന്തായാലും നിർബന്ധമായിട്ട് കജ്ജി കരുതുക. സോക്കാപ്സറും ഇല്ല, വണ്ടിക്ക് ക്ലച്ചും ഇല്ല, ക്ലച്ച് കമ്മി. ആ വണ്ടി കൊണ്ട് നമ്മൾക്ക് പോവാനുള്ളത് 250 കിലോമീറ്ററോളം. ഇനി എന്താ 250 കിലോമീറ്ററൊക്കെ നമ്മള് എത്തൂലേ? എത്തണല്ലോ. ഇതിനിടക്ക് ഇവിടെ എവിടെയും വർക്ക്ഷോപ്പിൽ ഇത് കാണിച്ചാല് നടക്കുമെന്ന് അറിയില്ല. വർക്ക്ഷോപ്പ് നമ്മൾ ഇതുവരെ കണ്ടില്ല. കാടാണെങ്കിൽ ഒന്ന് കാണിക്കാന്ന് കരുതുന്നുണ്ട്, കാണണ്ട്. പിന്നെ കണ്ട വർക്ക്ഷോപ്പ് പിന്നെ നമ്മള് ഫസ്റ്റ് കയറിയ മേഘാല അല്ലേ, അവിടെ നാഗലാൻഡ് കയറിയപ്പോ ഭക്ഷണം കഴിക്കാനുള്ള സമയമായി. അപ്പൊ പിന്നെ അതിന്റെ പരിപാടി നോക്കുക അല്ലേ? അതിന്റെ പരിപാടി പോർക്ക് കുറച്ചൊന്ന് ചൂടാക്കി എടുക്കേണ്ടി വരുടാ. കണ്ടത് വെളിച്ചെണ്ണ ഒട്ടിയതാണ്, മനസ്സിലായോ? അപ്പൊ ഇതൊന്ന് ചൂടാക്കി എടുക്കട്ടെ. അതായത് വെളിച്ചെണ്ണ കട്ടാവുന്ന ഒരു പ്രശ്നമുണ്ട്, അതൊന്ന് ചൂടാക്കട്ടെ കേട്ടോ. ഇപ്പൊ കണ്ട എണ്ണ ഒക്കെ ഒന്ന് ഉരുകണ്. എണ്ണ ടൈറ്റ് ആകെ 4 കണ്ടോളൂ കേട്ടോ. എന്നാലും നല്ല തീറ്റന്ന് മണം. ഇതതിന്റെ വാര്യല്ലാണ്. എന്നാലും ഇത് കാണിച്ചു തരാന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്യണം. പക്ഷേങ്കിൽ ലൈറ്റ് കുറവായതുകൊണ്ടേ, പിന്നെ അത് മാത്രല്ല തണുത്തിട്ട് ബാം ഉണ്ടാക്കി കടന്നാൽ മതി എന്നുള്ളിടത്തോളാം. ഇതാണ് വാരില്ലാണ്. സൂപ്പർ അല്ലേ? എന്നോട് ഇതുപോലത്തെ ഒരുപാട് പാലങ്ങൾ കയറിയിട്ട് വേണം നമ്മൾക്ക് കിബിത്തൂലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടോ. 1-2 പാലമല്ല, ഒരുപാട് ഇഷ്ടം പോലെ പാലങ്ങള്. ഇവരുടെ ഈ റോഡ് പണിയിലൊക്കെ ഉള്ളൊരു മറ്റൊരു പ്രശ്നം എന്താ വെച്ചാൽ റോഡിന് ഇവിടുന്ന് നല്ല റോഡത് കണ്ടില്ല നിങ്ങള് നോക്കി, നല്ല റോഡാ. ഈ റോട്ടിക്ക് മേലിന് കല്ല് വന്ന് പോകുക, അതാണ് വിഷയം. പിന്നെ റോഡ് ഇതിനെ കാണുന്ന ചെറിയ ചോലകൾ ഉണ്ടല്ലോ, അതൊക്കെ ഉരുള് പൊട്ടുക. ഇതിനൊക്കെ ഉരുള് പൊട്ടിയിട്ട് വെള്ളം നന്നായിട്ട് വരിക, എന്നിട്ട് പാലം പൊളിയുക. അങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഇവർക്ക് ഉണ്ടാവണേ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഏറെക്കുറെ ഇവിടുത്തെ റോഡുകൾ ക്ലിയർ ആക്കാൻ വേണ്ടി പറ്റാത്തത്. ഇനി മറ്റേ റോഡ് ഈ റോഡ് പോലെ ഇത്രയും ക്ലിയർ ആയിട്ട് വരും. ഇത് അധികം ദൂരമൊന്നും ഇല്ല കേട്ടോ. ഇത് കുറച്ച് കഴിഞ്ഞാൽ ഈ റോഡ് ചെറുതാവും. പിന്നെ അങ്ങോട്ട് കുറച്ച് പണിയാണ്, റോഡിന്റെ പണി കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണം. നമ്മൾ വന്ന വഴി ആയതുകൊണ്ടാണ് ഈ റൂട്ടിലെ പല കാര്യങ്ങളും പല ഏരിയകളും നമ്മൾ കാണിക്കാതെ ഇങ്ങനെ പോകുന്നത്. കാരണം നമ്മൾ കാണിച്ചതാണ്. അപ്പൊ ആ ഭാഗത്തേക്കൊക്കെ നോക്കുമ്പോൾ തന്നെ നല്ല വ്യൂ ആണ്. നല്ല വലിയ വലിയ മലനിരകൾ, പർവ്വതങ്ങൾ അങ്ങനെ പൊന്തി നിൽക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാം. നല്ല സുന്ദരമായ റോഡാണ്. എന്താ പറയാ, ഇവിടുത്തെ ഇടയിൽ വരുന്ന ഗ്രാമങ്ങള്, അത് ഇവിടുത്തെ വില്ലേജുകള്, അത്തരം സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. പെട്രോൾ പമ്പൊക്കെ നമ്മൾ ഇപ്പോഴും എത്തിയിട്ടില്ല. അക്കരക്ക് പിന്നെ തൂക്കുപാലാണ്. അതെ, അക്കരക്ക് പോകാനോ. ഇപ്പൊ അക്കര ഒരു ഗ്രാമം അല്ലെ, ഒരു വില്ലേജ് അവിടെ ഉണ്ട്. ആ ഒരു വില്ലേജിലേക്ക് പോവുകയാണെങ്കിൽ ഓർക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് തൂക്കുപാലം ഉണ്ടാക്കിയിരുന്നു. ഉണ്ടപ്പാട് തൂക്കുപാലം ഉണ്ട് നിലവില്. ഉണ്ട് നിലവില് തൂക്കുപാലം ഉണ്ട്. അപ്പൊ ആ ഒരു തൂക്കുപാലത്തും കൂടെയാണ് അവർ അപ്പുറത്ത്. ഇതുപോലെ തന്നെ തൂക്കുപാലം ഒരുപാട് സ്ഥലത്തുണ്ട് കേട്ടോ. ഒരുപാട് അപ്പുറത്ത് തന്നെ ലോഹിത് റിവറിന്റെ അപ്പുറത്തെ സൈഡില് ഇഷ്ടംപോലെ ഗ്രാമങ്ങളാണ് ഉള്ളത്. അപ്പൊ ഈ വില്ലേജുകളിലേക്കൊക്കെ പോവാന് അവര് ഇത്തരത്തിൽ തൂക്കുപാലങ്ങൾ ഉണ്ടാക്കിയേക്കുക. പിന്നെ അത് മാത്രല്ല അവരുടെ വാഹനങ്ങൾ, അവർക്കൊക്കെ വാഹനങ്ങളുണ്ട്, ബൈക്കൊക്കെ ഉണ്ട്. അപ്പൊ ഈ ബൈക്ക് കാര്യങ്ങളൊക്കെ അവർ ഈ സൈഡിൽ നിർത്തിയിട്ട് ഈ തൂക്കുപാലത്തിനടുത്ത് നിർത്തിയിട്ടാണ് അവർ പോകുന്നത്. ഇതിപ്പോ ആ ഗ്രാമത്തിന് ഓപ്പോസിറ്റ് വരുന്ന ഒരു സ്ഥലമാണ്. അത് ഗ്രാമമായിട്ടൊന്നും ഇല്ല, എന്നാ പിന്നെ ആൾ താമസമൊക്കെ ഉള്ളൊരു ഏരിയ അല്ലെ. ഇവിടെ പിന്നെ മൊബൈൽ നെറ്റ്വർക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ ഭാഗത്തുണ്ട്, ഇവിടെ ടവർ ഉണ്ട്. ആ ടവർ കൊണ്ടാവാം അത് കിട്ടുന്നുണ്ട്. ഏതായാലും എല്ലാ ഭാഗത്തും ഇല്ലെങ്കിലും ചില ഭാഗത്തുണ്ടല്ലോ നമുക്ക് കിട്ടും. ഇപ്പൊ ഇതാണ്ട ഇവിടുത്തെ വീടുകളൊക്കെ, ഇതൊക്കെയാണ് ഇവിടുത്തെ വീടുകള്. ചെറിയ വീടുകളായിരിക്കും. ഇവിടുത്തെ കുട്ടികളൊക്കെ
പിന്നെ സ്കൂള് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സ്കൂളൊക്കെ പറഞ്ഞാല് നമ്മളവിടുത്തെ മാതിരിയുള്ള ആ ഒരു എന്താ പറയാ വിദ്യാഭ്യാസം ഒന്നും ഇവിടെ കിട്ടൂല. ഒന്നതിന് നമ്മളവിടെയൊക്കെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം കിട്ടുന്നതിന് ഒരുപാട് കാരണങ്ങൾ, നമ്മൾക്ക് നല്ല സൗകര്യങ്ങളുണ്ട്, എല്ലാം എത്തിപ്പെടും. പക്ഷേ ഇവിടെ ഒന്നും എത്തിപ്പെടാൻ വേണ്ടിയിട്ട് കുറച്ച് പണിയാണ്. അതുപോലെ തന്നെ ഈ നെറ്റ്വർക്കിന്റെ വിഷയം, അത് ഭയങ്കര വിഷയമാണ്. അത് എനിക്ക് തോന്നുന്നത് ഒരു 2 കൊല്ലം 3 കൊല്ലം കൊണ്ട് അതിന്റെ കാര്യത്തില് അല്ലെ ഒരു തീരുമാനം ഇവിടെ ഉണ്ടാവും. കാരണം ടവറുകൾ വരുന്നുണ്ട്, ഇഷ്ടം പോലെ ടവറുകളാണ്. ആ ടവറിലൊക്കെ റേഞ്ച് സംബന്ധമായിട്ടുള്ള ഉപകരണങ്ങളൊക്കെ ഘടിപ്പിച്ചു കഴിഞ്ഞാല് ആ കാര്യത്തിൽ ഓക്കെയാവും. എല്ലാവർക്കും പിന്നെ സുഖമായി. ആ കാര്യത്തിൽ പിന്നെ ഓക്കെ. സംഭവം നമ്മൾക്ക് മൂവ് ആകാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോ കാരണം ഇത്രയും നിരന്ന പ്രദേശത്ത് പോലും വണ്ടി ടോപ്പിലിട്ടാനുള്ള അവസ്ഥ എന്താ? നമ്മൾ വണ്ടി ടോപ്പിലിട്ടിട്ട് കയറ്റം വലിപ്പിച്ചൂലേ, അപ്പം ഉണ്ടല്ലോ വണ്ടി ഇങ്ങനെ കുത്തണ്, ആ ഒരു ചാട്ടാണ് വണ്ടിക്കുള്ളത്. ഡയനാമോ ഞാൻ വെറുതെ ഒന്ന് കഴിച്ച് കെട്ടുകയാണ്. ഇപ്പോൾ കുറച്ച് ദിവസം ആയില്ലേ, അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം വരണ്ട എഴുതിയിട്ട് അതൊന്ന് കഴിച്ച് കെട്ടുക എന്ന് തന്നെ ഉള്ളൂ. വേറെ എന്തോ ഒരു സീന് കാര്യമായിട്ട് എന്തോ ഒന്ന് ഉണ്ട്. അപ്പോൾ നമ്മളൊന്ന് വീഡിയോ കോൾ ചെയ്യാൻ പറഞ്ഞു ഉണ്ണിയേട്ടൻ. അപ്പോൾ ഉണ്ണിയേട്ടന് വീഡിയോ കോൾ ചെയ്ത് നോക്കാം. വല്ലാത്തൊരു കഷ്ടം. ഇതിപ്പോൾ റേഞ്ചുള്ള സ്ഥലത്താണ് നമ്മൾ എത്തിപ്പെട്ടത്, അതുകൊണ്ട് കഴിച്ചിലായി അല്ലേ? പിന്നെ എല്ലാന്നാണെങ്കിൽ ചെന്ന് ആലോചിച്ച് നോക്കാം. പിന്നെ ആ പാലത്തിൻ്റെ അവിടെയാണ്, പിന്നെയുള്ള പാലത്തിൻ്റെ അവിടെ. ഇത് ഇവിടെ എവിടെയോ ഒരു ടവർ ഉണ്ട്, ഭാഗ്യത്തിന് അവിടെയാണ്, അവിടെ ദൂരെ ആ ടവറിനെയാണ് തോന്നുന്നു. എന്തോ ഭാഗ്യത്തിനാണ് നമ്മൾ ഇവിടെ തന്നെ വന്ന് വണ്ടി നിന്നത്. എന്താ പറയാ, ഒരു സമാധാനം കിട്ടും സത്യം അല്ലേ? പിന്നെ നമുക്ക് യാത്ര ആസ്വദിക്കാനും പറ്റണില്ല, എല്ലാം കൊണ്ടൊരു ബുദ്ധിമുട്ടായി. പിന്നേട്ടാ രണ്ടും തുറന്നു വെച്ചാണ്. ഇത് എന്തേലൊക്കെ ഒന്നാക്കി തീർക്കും ഞങ്ങള്. അല്ലാതെ ഇപ്പൊ നമുക്ക് ഇവിടുന്ന് പോവാൻ കഴിയില്ലേ. ടൈറ്റില്ലേ, ഇതൊക്കെ ആണെങ്കിൽ പേരും ടൈറ്റും. ഈ വണ്ടിന്റെ പണി ഏകദേശം ഫുള്ള് ഈ യാത്ര കഴിയുമ്പത്തിന് പഠിക്കും അല്ലേ? പിന്നെ വണ്ടിനെ കുറിച്ച് പഠിക്കാനായി, അതാണിപ്പോ ഇതുകൊണ്ട് കിട്ടിയ സുഖം. അത് സ്ലിപ്പാട്ടാ. ഇതൊക്കെ എന്ന് കാലത്ത് കഴിച്ചാണ് അവര്. ഏതായാലും സംഭവം ഒന്നില്ലെങ്കിൽ ക്ലച്ച് റിസ്ക്, അല്ലെങ്കിൽ ഈ ഡൈനാമോന്റെ നെട്ട് പൊട്ടി, അതിന്റെ ബാക്കി അവശിഷ്ടമൊക്കെ അവിടെ വലിച്ചെറിഞ്ഞാണ്. എന്തിപ്പോ ചെയ്യും? അരുണാചലിലേക്ക് നമ്മൾ തവാങ് കയറിയപ്പോ തൊട്ട് തുടങ്ങിയിട്ടുള്ള ഒരു വിഷയമാണ്. നമ്മൾ ഈ ഒരു കേസും പറഞ്ഞ് നമ്മൾ 2-3 വട്ടം വർക്ക്ഷോപ്പിൽ കയറിയാണ്. ഇത് ഈ സാധനം പൊട്ടി, അത് നമ്മൾ വെൽഡ് ചെയ്തു, അത് പിന്നെയും പൊട്ടി. ആ പൊട്ടിയിട്ട് നമ്മൾ കയറെടുത്ത് കെട്ടി. ആ ചെങ്ങന്മാർ അന്ന് കാട്ടിയൊരു പരിപാടി ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഡയനാമോ കൊടുക്കണ ഞെട്ടുണ്ട്, ഇത്ര അല്പമുള്ള ഞെട്ട്. ആ ഞെട്ട് ഇവന്മാരതും കൂട്ടിയാണ്ട് എന്താ ടീക്കണ് ബെൽഡ് ചെയ്താണ് ലെഫ്റ്റ് സൈഡത്തെ. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡത്തെ നമുക്ക് കഴിച്ചാൽ കിട്ടൂല, അത് ടൈറ്റ് ആക്കാനും പറ്റൂല, അത് അങ്ങനെ കിടക്കുകയാണ്. പിന്നെ ഇപ്പോൾ റൈറ്റ് സൈഡിലൊന്നുണ്ട്, അത് മുന്നിലൊന്നുണ്ട്. മുന്നത്തെ ഞെട്ട് ഇത് ആണെങ്കിലോ പൊട്ടാണ്, 2 വട്ടം പൊട്ടി. ഒന്ന് ഇതിന്റെ മുമ്പ് നമ്മളിപ്പോൾ അടുത്ത് അരുണാചലിക്ക് ബോർഡർ ഏരിയയിൽ എത്തിയപ്പോൾ നമ്മൾ കുടുങ്ങിയില്ലേ, അന്ന് പൊട്ടി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്നും പൊട്ടിയിരിക്കണ്. ഏതായാലും ഇത് നോക്കുന്നു കരുതണ്. എടുത്തേക്കല്ലോ, ഒക്കെ എടുത്തേക്ക. ഏതായാലും ഞങ്ങള് രൂപയിലേക്ക് എത്തിയിട്ടുണ്ട്. എണ്ണ കഴിഞ്ഞിട്ടില്ല. നമ്മള് പോവേണ്ട വഴി അതാണ്, പക്ഷെങ്കിൽ നമ്മൾ പോകുന്നത് ഇതുവഴിയാണ്. ഇതുവഴി പോയാലേ നമുക്ക് പെട്രോള് കിട്ടുള്ളൂ. ആകെ ഒരു കട്ടയിൽ നിന്നും താന്നിട്ടുണ്ട് എണ്ണ. അപ്പൊ അവിടെ പോയി അത് അടിച്ചാല് അവിടെ എണ്ണ ഉണ്ടാവട്ടോ, അത് പറയാൻ പറ്റൂല. അപ്പൊ എന്താ വെച്ചാല് അങ്ങനെ പെടാൻ സാധ്യതയുണ്ട്. മൊത്തത്തിൽ പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. അതിനിടയിൽ പ്രതിസന്ധികൾ എന്ന് പറഞ്ഞാല് ഈ യാത്രക്കാട്ടാ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കണേ. ഒരു സമാധാനമായി എണ്ണ ഒക്കെ. പിന്നെ ഇതുവഴി പാസ്സാവുന്നവര്, പോകാൻ കരുതുന്നവര്
വണ്ടിയായിട്ട് പോകുന്നവര് വണ്ടിയായിട്ട് തന്നെ പോകേണ്ടി വരും, അല്ലാതെ വേറെ ട്രാൻസ്പോർട്ട് ഒന്നും ഇല്ല. ഇവരുടെ ഒരു എന്താ പറയാ, ഇവിടത്തെ ഒരു PSRTCS ഉണ്ട്. അപ്പൊ അതൊന്നും എപ്പോഴും ഇല്ല, എപ്പോഴൊക്കെ ഇപ്പൊ ഇന്നൊന്ന് കണ്ടിയാ ഞങ്ങള് വണ്ടി നന്നാക്കാൻ തിരക്കില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് പറഞ്ഞ ആ വണ്ടി ഉണ്ടെങ്കിൽ പിന്നെ ഇവിടുത്തെ ആളുകൾ തന്നെ നമ്മളെയൊക്കെ കൈ കാണിട്ടാണ്, നമ്മളെന്നെ ആകെ എന്താ പറയാ എവിടെയത് നിക്കാന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള പോക്ക നമ്മൾ പോയോണ്ടിരിക്കണം പിന്നെ എങ്ങനെ. അപ്പൊ അതുകൊണ്ട് തന്നെ വണ്ടി കൊണ്ട് നമ്മൾ വരിക, ആന വരുമ്പോ ഇവിടെ നിന്ന് എണ്ണ അടിക്കുക, ഫുള്ളാക്കുക, എന്നിട്ട് കിബിത്ത് പോയി വന്നാല് വീണ്ടും ആക്ക് ഇവിടെ നിന്ന് കൂടി ഫുള്ളാക്കിയ നാടെത്താം. എണ്ണ സ്റ്റോക്ക് വെച്ചോട്ടോ. എണ്ണ സ്റ്റോക്ക് മൈലേജ് ഇല്ലാത്ത വണ്ടികളാണെങ്കിൽ സ്റ്റോക്ക് വെച്ചാൽ മതിയാവും. ബൈക്കൊന്നാണെങ്കിൽ പിന്നെ സ്റ്റോക്ക് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ നമ്മൾക്ക് സ്റ്റോക്ക് വെച്ചത് നമ്മൾ ഒഴിച്ചു, പക്ഷെങ്കിൽ അതിന്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. അതായത് ആ ലെവലായപ്പോ തന്നെ ഏകദേശം കറക്റ്റ് ആണ്, കറക്റ്റ് കിട്ടി നമുക്ക് അങ്ങോട്ടും കിട്ടും. പിന്നെ നമ്മൾക്ക് ഇത്തരം വിഷയങ്ങൾ വണ്ടിക്ക് ഉണ്ടായത് കൊണ്ട് മൈലേജ് കുറച്ച് ഷോർട്ടാ. ഇല്ലാന്നാണെങ്കിൽ നമ്മൾക്ക് കറക്റ്റ്, അതായത് എണ്ണ ഏറെ തന്നെ ആയിട്ട് നമുക്ക് എത്തിയത്. ഇതിപ്പോ അങ്ങനെ എത്താൻ വേണ്ടി പറ്റിയില്ലല്ലോ, വണ്ടിക്ക് ഈ ഒരു ചീറലും പുകയിലും ഒച്ചയും പുള്ളിയും കാര്യങ്ങളൊക്കെ അല്ലേ. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുമ്പോ ഇതിലെ ഫുള്ള് സോളിംഗ് ആയിരുന്നു അല്ലെ. പിന്നെ ആ റോഡ് ഞങ്ങൾ പോകുന്ന ഒരു ഒറ്റ ദിവസം കൊണ്ട് റോഡിന്റെ മുഖച്ഛായ തന്നെ മാറി, ഫുള്ള് റബ്ബറൈസ് കണ്ണാടി പോലെ തെളിങ്ങുന്ന റോഡാക്കി മാറിയിട്ടുണ്ട്. ആഹാ, അപ്പൊ അതാ പറഞ്ഞത്, അധികം വഴുകാതെ ഇതിലെ നല്ല റോഡുകൾ ആയി വരും. പണി വളരെ ഫാസ്റ്റ് തന്നെയാണ്, അവരെ കൊണ്ട് കഴിയണ പോലെ. ഈ ഒരു മലയിടുക്കിലല്ലേ പണിക്കണേ, അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ, അപ്പൊ അതിൻ്റെതായിട്ടുള്ള സ്ലോ ഉണ്ട്, അത് നോക്കണ്ട. റോഡ് സെറ്റ് ആവും. ഞങ്ങൾ ഇതില് പോകണ്ട, ഞങ്ങള് പൊഗിന്റെ താഴത്തു കൂടെ പോണത്. ഇവിടെ പലയിടങ്ങളിലും പണിടക്ക് തന്നെയാണ്. അപ്പൊ ഇന്നും പോക്ക് നടക്കൂല കേട്ടാ, ഇന്നും പോക്ക് നടക്കൂല. അവിടെ റോഡ് അടച്ചിക്കണ്, റോഡ് പണി വണ്ടി ബാക്കിക്ക് ലൈനിലിട്ട് ഞങ്ങൾ ഈ വണ്ടികളൊക്കെ കണ്ടപ്പോ എന്ത് അപ്പെല്ലാം ചെയ്ത് അവിടെ അടച്ചിക്കണെന്നുള്ളത്. പക്ഷെ എന്താ റോഡ് പണി കഴിയാൻ ടൈം എടുക്കും. അപ്പൊ പിന്നെ നമുക്ക് ഓരോ ഗ്ലാസ് ചായ കുടിക്കരുത്. ഇന്നത്തെ ചായക്ക് കളർ നല്ല മാറ്റാണ്. എന്തെങ്കിൽ ഇതാണ് ചായ വെക്കോ, അല്ലാതെ അത് മറ്റേ സംഭവമല്ല. ഇത് നമുക്ക് സാറ് തന്ന പാലിലുണ്ടാക്കിയ ചായയാണ്. ചൂടില്ല എന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ ഉണ്ട്. ചൂടില്ല. എന്താണ് ബിസ്ക്കറ്റാ? ബിസ്ക്കറ്റ് ഉണ്ടായിക്കോട്ടെ, ഒരു ബിസ്ക്കറ്റ് വേക്കും. ഇതൊക്കെ കഴിഞ്ഞപ്പോഴൊന്ന് പോകുക, ഒന്നാമത്തെ മാതിരി കുക്ക് ചെയ്യേണ്ടി വരും അവിടെ. എനിക്ക് തോന്നുന്നത് അത് അത്ര വലിയ പണികളല്ല. ഇവിടെ ഡാറിങ് ആണ്. അപ്പോൾ നമ്മൾ പോരുന്ന ബൈക്കൊക്കെ ഡാറിങ് കണ്ടില്ലേ, അതാണ്. ഓരോ ഭാഗം ക്ലിയർ ആക്കി നമ്മൾ ഫസ്റ്റ് ദിവസം ഇവിടുന്ന് കയറിപ്പോയില്ലേ, അന്ന് നമ്മൾ നിന്നിരുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അല്ലേ. പിന്നെ എന്താ പാത്രം കേൾക്കണ്ട? പാത്രം കേൾക്കണ്ട. അപ്പോൾ ഇവിടെ താഴത്ത് ഇതാ കാണുമോ അറിയില്ല. അപ്പോൾ ഇതിലിങ്ങനെ ഒരു നദി ഒഴുകുന്നുണ്ട്. ഞങ്ങൾ വാങ്ങിയ ടോർച്ചാണിത്. ടോർച്ച് കണ്ടിട്ട് അടിപൊളിയല്ലേ. ഇതൊരു പാലമാണ്. ഞങ്ങളുടെ ടോർച്ചുകൊണ്ട് ഉപകാരമുണ്ട്. പിന്നെ ഉപകാരമില്ലാതെ പിന്നെ നമ്മളുടെ പാത്രങ്ങൾ കഴുകാണ്ട്. അപ്പോൾ അത് നമ്മൾ ഇന്നലെ ഉണ്ടാക്കി നമ്മളിതൊന്നും കഴുകിയില്ലല്ലോ, അപ്പോൾ അത് കഴുകണം. പിന്നെ നമ്മുടെ ചിക്കൻ കുക്ക് ചെയ്യണം. പിന്നെ അവിടെ ആ ലൈറ്റ് കാണില്ലേ, അവിടെ ആയിരുന്നു പോലീസുകാരുടെ ആ ഒരു ചെക്ക് പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ ഇങ്ങനെ നോക്കട്ടെ. ഇപ്പം തന്നെ ഇരുടായി. ഇപ്പോൾ ഈ ലൈറ്റായിട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ലേ ഈ ഇരുടിൻ്റെ ഒരു ശക്തി എന്താണെന്ന്. സമയം അധികം ആയിട്ടില്ല, 5 മണി ആയിട്ടുള്ളൂ അല്ലേ. 5 മണി ആയിട്ടുള്ളൂ. എന്നാൽ പിന്നെ ഞങ്ങളത് നോക്കട്ടെ. ചെങ്ങന്മാരെ നമ്മളെ മുളക് ഇത് ഫുള്ളുണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ലാസ്റ്റാ അത് തികയില്ല, നമുക്ക് ഈ കറിക്ക് തികയില്ലേ. അപ്പോൾ വേറെ സാധനം നമുക്ക് ഇത് ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിയിട്ടുള്ള മുളക് പൊടിയാണ്. പക്ഷേങ്കിൽ ഇതൊന്നും നമ്മൾക്ക് നടക്കൂല കേട്ടോ.
തൽക്കാലം നമുക്ക് ഇതല്ലാതെ വേറെ നിവർത്തിയില്ല. മഞ്ഞൾ, ഏതാനും കുറച്ച് ഉപ്പ്, വെളിച്ചെണ്ണ എന്തായി ഉണ്ടോ? ചൂടാക്കാൻ വെച്ചതേനി. എന്തെങ്കിലും കാര്യം പറഞ്ഞാ പിന്നെ അതേമാതിരി അതിന് മാറ്റല്ലേ, അതിന് മാറ്റങ്ങളുണ്ടാണ്, മാറ്റം ഉണ്ടാകാൻ പാടില്ലല്ലോ. അപ്പം ചോറായി. അതേപോലെ നമ്മളെ ചിക്കനും റെഡി ആയിട്ടുണ്ട്. ആഹാ, സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ചെങ്ങന്മാരെ. അപ്പം ഞങ്ങളങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നു. ചിക്കന് ആ ഒരു മുളക് പൊടിയായിട്ടും കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ് അത് പൊടി. പിന്നെ നമ്മളെ പൊടിയും കുറച്ചുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ടായിരിക്കും നമുക്കത് അനുഭവപ്പെടാഞ്ഞത്. ഏതായാലും ഇന്നത്തെ ദിവസം ഒരുപാട് ബുദ്ധിമുട്ടി. അതായത് നമ്മുടെ സോക്ക് അബ്സർ ഇല്ലാതെ ക്ലച്ചിൻ്റെ പ്രശ്നം, ഡൈനാമോൻ്റെ പ്രശ്നമൊക്കെ ആയിട്ട് അങ്ങനെ ഉന്തിയും തള്ളിയൊക്കെ ഇവിടെ എത്തിക്കണം. ഇനി ഇവിടുന്ന് ഒരു 100 കിലോമീറ്റർ കൂടി നമുക്ക് ഇറങ്ങണം, എന്നാലേ നമുക്ക് നല്ല രീതിയിൽ വർക്ക്ഷോപ്പ് കിട്ടുള്ളൂ. നോക്കണ്ട. പിന്നെ ഞാനിവിടെ ചെറിയ രീതിയിൽ എഡിറ്റിങ്ങിലൊക്കെയാണ്. തണുപ്പിൽ നിന്ന് നാട്ടിലത്തെ വലിയ തണുപ്പില്ല, നല്ല സുഖം. ഏതായാലും ഞങ്ങള് ഇന്നിങ്ങനെ കിടന്നുറങ്ങട്ടെ. പിന്നെന്താ, എല്ലാം നല്ലതിന് അല്ലേ. എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യണം. അടുത്തല്ല വീഡിയോ ആയിട്ട് നാളെ വരാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.